അതിൽ എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഞാൻ ബ്ലൂടെക് തുടങ്ങുമ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ എടുത്ത്, പുള്ളിയാണല്ലോ ഈ ചെരുപ്പിൻ്റെ ഒക്കെ ഒരു ഫൗണ്ടർ. അതെ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയപ്പോൾ VKC മുഹമ്മദ് കോയ, മുഹമ്മദ് കോയ എന്നാണ് മുഹമ്മദ് കോയ. അപ്പോൾ പുള്ളി ഒരു സോഷ്യൽ രീതിയിൽ ശരിയാണല്ലോ, നൗഷാദ് ഖാനെ മാത്രം കൊണ്ടുവന്നാൽ പോരാ, VKCനെ തന്നെ കൊണ്ടുവരണം. വലിയപ്പോൾ കുറച്ചും കൂടി സോഷ്യൽ ആക്ടിവിറ്റീസിലും അതിലൊക്കെയാണ് കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ആളെടുത്ത് ഞാൻ കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞാൽ ആദ്യം പോയപ്പം ആളൊരിക്കലും ഇത്ര ടേൺ ഓവർ ചെയ്യണം, ഈ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കണം, ആ രീതിയിലൊന്നുമില്ല എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. പറഞ്ഞ വാക്ക് പാലിക്കണം, നാട്ടുകാർക്ക് നല്ലത് ചെയ്യണം. അപ്പോൾ അന്ന് കേട്ടോ വിചാരിച്ചത് സിമ്പിളാണല്ലോ കാര്യങ്ങൾ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ ടൈമിൽ ഡെലിവർ ചെയ്യാൻ പറ്റാത്തത്, അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ദീസ് ആർ വെരി പവർഫുൾ. ഇതാണ് സംഭവം. ഇത് ചെയ്യുന്നത് ശരിക്കും ബുദ്ധിമുട്ട് തന്നെ. ഈ പറഞ്ഞ വാക്ക് പാലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിങ് പേജിൽ 3 to 4 days ഡെലിവറി ആണല്ലോ, എത്തിക്കൊള്ളണം, എത്തിക്കേണ്ട നമ്മൾ, അതാണല്ലോ നമ്മളെ കമ്മിറ്റ്മെന്റ്. അതെ. ക്വാളിറ്റി ഇപ്പം അപ്പാരൽ വളരെ ആളുകളാണല്ലോ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ബാക്കി പല ഇൻഡസ്ട്രിയിലും ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്, കട്ടിംഗ് ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ സ്യൂയിങ് ഇല്ലേ, സ്റ്റിച്ചിങ്, അതിപ്പോഴും മനുഷ്യന്മാരാണ് ചെയ്യുന്നത്, മാനുവൽ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി 100% അച്ചീവ് ചെയ്യാന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ചെറിയ സ്കിപ്പ് സ്റ്റിച്ച് വരും, ചില ത്രെഡ് പോകില്ല, അപ്പോൾ പല ഇഷ്യൂസ് ഉണ്ടാവും. പല ഫാബ്രിക് ബാച്ചസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ പോലും ചിലത് എന്ത് വരും, എബ്രഷൻ ഇഷ്യൂസ് വരും. അപ്പോൾ ഐ റിയലൈസ് ദാറ്റ് ലൈക്ക് ദോസ് ടു അഡ്വൈസസ് ആർ എന്താ പറയുക, ഗോൾഡൻ. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ എവിടെയായിരുന്നു ലാസ്റ്റ് എത്തിയത്, ഇവിടേക്ക് എത്തി.